മോഡിയുടെ അടിക്കടിക്കുള്ള കേരളത്തിലേക്കുള്ള വരവ് ഗ്യാരണ്ടി ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രതിഫലിക്കും എന്നാണ് തോന്നുന്നത്? കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മോഡി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയ പാപ്പരത്വം തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇവിടെ അവർ സംഘടനാപരമായിട്ടും അതുപോലെ തന്നെ മറ്റ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുള്ള എടുത്താൽ തന്നെയും ഒരു രീതിയിലുമുള്ള സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയും ഇലക്ഷൻ സമയത്ത് ഇങ്ങോട്ട് അടിക്കടി വന്നിട്ട് ഇവിടെ എന്ത് ചലനം സൃഷ്ടിക്കാനാണ്? അതിൽ ഒരു കാര്യമുണ്ട്. കാരണം ഇപ്പോൾ അവർ മോഡി അരി കൊണ്ടു കൊടുത്തു, നിങ്ങൾക്കറിയാം. അതായത് 1 രൂപയ്ക്ക് കൊടുത്തിരുന്ന അരി പാക്കറ്റിലാക്കി അത് 29 രൂപയ്ക്ക് വിറ്റ ആളുകളാണ്. പച്ചരിയാണെന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഇവിടെ ഇലക്ഷന് LDFന്റെ ഭരണത്തിലേക്ക് കയറ്റിയത് ചാക്കരി അല്ലെങ്കിൽ കിറ്റ് കൊടുത്തെന്നുള്ള ഒരു ആക്ഷേപം ഇവർ തന്നെ പറഞ്ഞു വരുത്തിയതും UDF പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് പറഞ്ഞു വരുത്തുന്നവർ തന്നെ വീണ്ടും വോട്ടിന് വേണ്ടി അരി കൊടുക്കുന്നു. പക്ഷെ മറ്റൊരു കാര്യം വെച്ചാൽ ഈ മോദി അടിക്കടി വരുമ്പോൾ CPMന്റെ നേതാക്കന്മാർക്കൊന്നും അതി പരാതിയോ പരിഭവോ ഒന്നുമില്ല. രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തിയപ്പോൾ ഇതൊരു കണ്ടെയ്നർ യാത്രയാണെന്ന് പറഞ്ഞവർക്കോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഹെലികോപ്റ്റർ വയനാട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ ആക്ഷേപങ്ങളൊന്നും മോദി വരുമ്പോൾ വേറെ അതല്ല. ഇപ്പൊ CA കുറിച്ചുള്ള ഇപ്പോഴത്തെ ഒരു ഡിബേറ്റ് നോക്കിയോളൂ. നമ്മളുടെ രാഷ്ട്രീയക്കാർ പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും എല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി അവർക്ക് സപ്പോർട്ട് ചെയ്തുന്ന രീതിയിലേക്ക് BJP സപ്പോർട്ട് ചെയ്തുന്ന രീതിയിൽ സംസാരിക്കുന്നത്. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ്. അവർ 5 സീറ്റിൽ ഉറപ്പായിട്ടും CPM BJP അലയൻസ് ഉണ്ട്. അന്തർധാര സജീവമാണ്. ഉറപ്പായിട്ടും ആ ഒരു കാര്യം പിണറായി വിജയൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് CPI-ക്കാർ സൂക്ഷിച്ചാൽ മതി എന്നാണ് ഞാൻ പറയുള്ളൂ. CPI-യുടെ 4 സീറ്റാണ്. ഇതൊന്നും മിണ്ടുന്നില്ല, മുഖ്യമന്ത്രി അനങ്ങുന്നില്ലല്ലോ. മുമ്പ് മൻമോഹൻ സിംഗിനെതിരെ ചൂട്ടെടുത്തിറങ്ങിയ CPM ഇപ്പോ മോദിക്കെതിരെ അത്തരമൊരു സമീപനമൊന്നുമില്ല, ഒരു മൃദു സമീപനമാണ്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഇലക്ഷൻ ആയപ്പോഴാണ് ഇവര് ഈ ഗ്യാസിന് വില കുറച്ചതും അതോടൊപ്പം തന്നെ പെട്രോളിന് വില കുറച്ചതും. എന്തിനാണ് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു സർക്കാർ എന്ന് അവകാശപ്പെടുന്ന മോദി ഈ ഇലക്ഷൻ വരെ കാത്തിരുന്നത്? അല്ല, അത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. എല്ലാ സ്ഥലങ്ങളിലും എന്തെങ്കിലും ഒരു ചെറിയ ഇത് കൊട്ട് കെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയൊരു ഇര ഇട്ടിട്ട് വലിയൊരു ഇര പിടിക്കാന്നാണ് അവർ കരുതുന്നത്. പക്ഷെ കേരളം പോലെ ഇത്ര വിദ്യാഭ്യാസ സമ്പന്നവും അല്ലെങ്കിൽ ഇത്ര വൈവിധ്യമായിട്ട് ചിന്തിക്കുന്ന കേരളത്തിൽ ഇത് നടക്കും തോന്നില്ല. കേരളം ഇത്രയും വിദ്യാസമ്പന്നരായ വോട്ടർമാരുള്ളത് കൊണ്ട് നമുക്കിത് മനസ്സിലാവും. 2 രൂപ കുറച്ചതും അതുപോലെ തന്നെ ഗ്യാസിന് 100 രൂപ കുറച്ചതും ഒക്കെ ഇലക്ഷൻ സമയമാണെന്ന്. പക്ഷേ ഉത്തരേന്ത്യ പോലെ സാക്ഷരതയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനങ്ങളിൽ മോഡിക്ക് ഇത് ഗുണം ചെയ്യും. അത് അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം വെച്ചാൽ ഈ ഇതിലും വലിയൊരു നല്ല ഭരണം കാഴ്ചവെച്ചാണ് വാജ്പേയി ഗവൺമെന്റ്. ഇന്ത്യ തിളങ്ങുന്നുള്ള മുദ്രാവാക്യമാണ്. അപ്പോഴും അവർക്ക് ഭരണം നഷ്ടപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അവിടെ അങ്ങനെ അത് തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു 1 മന്ത് ഡിസ്റ്റൻസിലുള്ള ഇലക്ഷൻ റിസൾട്ടിന്റെ പുറകിലുള്ള എന്തെങ്കിലും ഒരു അട്ടിമറി അതാണ്. മാത്രമല്ല ഇപ്പൊ ഈ ഹൈക്കോടതി ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും ഇത്രത്തോളം ഉപയോഗിച്ചൊരു ഭരണകൂടവും ഉണ്ടായിട്ടില്ല. ഇപ്പൊ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനവും മാത്രമല്ല ഉത്തർപ്രദേശിൽ 6 ഘട്ടങ്ങളായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇത് വളരെ ജനാധിപത്യത്തിന് അപകടകരമായ ഒരു പറയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കുന്നില്ല. അല്ല, ഇപ്പൊ നമുക്ക് മോഡി വന്നത് ഏറ്റവും കേരളത്തിൽ ആദ്യം വന്നത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിലെ വലിയൊരാളെന്ന് അവകാശപ്പെടുന്ന PC ജോർജ് പോയിട്ട് BJP ചേരുകയും സീറ്റ് ഉറപ്പിച്ചിട്ട് വന്നു എന്ന് പറയുകയും പിന്നീട് ഗൾഫിനായി മാറുന്നത് നമ്മൾ കണ്ടു. അപ്പം മോദിക്ക് എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പൊതുവായിട്ടുള്ളൊരു അജണ്ട, RSSന് ഒരു അജണ്ട ഉണ്ട്. ഇവരിലേക്ക് ആൾക്കാരെ ആകർഷിക്കുന്നു എന്ന് പറയിപ്പിക്കാനും ഇവരാണ് ഏറ്റവും വലിയ പാർട്ടി എന്ന് പരിധാനമാണ് ഈ മറ്റുള്ള ആൾക്കാരെ ഇങ്ങോട്ടേക്ക്, അതായത് മറ്റുള്ള വേറെ തീരെ ആർക്കും വേണ്ടാതെ കിടക്കുന്നതെന്ന് തന്നെ പറയാം, അങ്ങനെയുള്ള ആൾക്കാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇവരൊന്നും BJP-യിൽ അധികകാലം ഉണ്ടാകില്ല. കാര്യം ഇവരൊരു താൽക്കാലിക ഒരു മുഖം മാത്രമാണ്. നേരത്തെ ഹരീഷ് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള പരസ്യവും അമിതമായ ആത്മവിശ്വാസമാണ് വാജ്പേയിക്ക് ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ 10 വർഷം പരിചയം UPA ഗവൺമെന്റ്. ഇന്ത്യയുടെ ജനാധിപത്യത്തിന് പോലും അപകടകരമാണ്. കാരണം അത്രത്തോളം അരാഷ്ട്രീയമായ ഒരു സമീപനമാണ് BJP എടുക്കുന്നത്. പണാധിപത്യം, ജനാധിപത്യത്തെ ഇല്ലാതാക്കുക, നമ്മുടെ രാജ്യം കാലങ്ങളായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു പാരമ്പര്യത്തെ തന്നെ ഇല്ലാതാക്കുക. അത് കേരളത്തിലെ ജനങ്ങൾ, പ്രബുദ്ധരായ വോട്ടർമാർ അതെല്ലാം മനസ്സിലാക്കി തന്നെ വോട്ട് ചെയ്യുന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് 2020 UDF-ന് അനുകൂലം എന്നൊരു ട്രെൻഡ് വരുന്നുണ്ട്. ആം ആദ്മി അപ്പൊ ഇത്
സത്യം പറഞ്ഞാൽ കേരളം പോലുള്ളൊരു പ്രബുദ്ധരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സംസ്ഥാനത്തിൻ്റെ ചിന്താഗതി മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും കടന്നു വരാൻ അധികം സമയമൊന്നും വേണ്ട എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കർണാടകയിൽ കോൺഗ്രസിന് 25 സീറ്റ് കിട്ടി, തെലങ്കാനയിൽ 4 സീറ്റാണ്, 29 സീറ്റ്. ഇത്തവണ 129 സീറ്റിൽ 129 ഇന്ത്യ മാറ്റം വരും. ഇപ്പോ ബീഹാറിൽ തന്നെ ഒന്ന് നോക്കിയേ, RJDക്ക് അനുകൂലമായ റിപ്പോർട്ടുകൾ വരുന്നു. നമ്മളുടെ പശ്ചിമ ബംഗാളിലും ആയാലും BJPക്ക് എതിരെയുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലേക്കും നോക്കിയാലും ഇന്ത്യ മുന്നണിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചേരാൻ ആഗ്രഹിക്കുന്ന കക്ഷികൾക്ക് അനുകൂലമായൊരു വിധിയെഴുത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ പരിഭ്രാന്തരാണ് BJP നേതൃത്വം. അതാണ് ഈ അമിതമായ ആത്മവിശ്വാസം മോദി ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നു, അവിടെ പോകുന്നുള്ളത് അവർക്ക് ഏതാണ്ടൊക്കെ ഒരു ഓർമ്മ, അതെ, ഒരു മാറ്റം ഉണ്ടാവും. ശരി. അപ്പൊ അതുകൊണ്ട് തെക്കേന്ത്യയിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അപ്പൊ അവിടെ പോകുന്ന 10, 30, 40 സീറ്റുകൾ എങ്ങനെയെങ്കിലും അതിൽ കുറഞ്ഞെങ്കിലും പകുതിയെങ്കിലും അല്ലെങ്കിൽ അതിന്റെ ഒന്നെങ്കിലും ഇവിടെ കിട്ടുമോ എന്നുള്ള ആശ്രയ പരിശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കിട്ടില്ല. അല്ല, ഇതിൽ LDFന്റെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, കാര്യം LDFന് ഒരിക്കലും കോൺഗ്രസ് വരരുതെന്ന് ആഗ്രഹമുണ്ട്. അവർ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറയുമെങ്കിലും BJP ഫാസിസ്റ്റിനെ ചെറുക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും കോൺഗ്രസ് വരരുതെന്നാണ് അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. അത് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവർ ആത്മഹത്യാപരമായ നീക്കം ഇതിന് തന്നെയാണ്. മറുവശം കൂടിയുണ്ട്. BJP ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF വരണമെന്നുള്ളതാണ്. LDF വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ വെറുത്തിട്ട് അവസാനം അവർക്ക് ഓരോരുത്തരെ പിടിക്കണ്ട, അവരുടെ പാർട്ടി കറങ്ങാൻ തന്നെ ഒറ്റയടിക്കാ പോരുന്നത്. അപ്പൊ അതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ കണ്ടതുപോലെ നമുക്ക് മോഡി ഗ്യാരണ്ടി ഒരു കാരണവശാലും കേരളത്തിൽ വിലപ്പോയില്ല. മോഡി ഗ്യാരണ്ടി അല്പമെങ്കിലും വിലപ്പോയിക്കൊണ്ടിരുന്നത് കർണാടകത്തിലാണ്, തെലങ്കാനയിലാണ്. പക്ഷേ ഇത് ഇവിടെയും കേട്ടോ, ഞാൻ ചോദിക്കുന്നത് എന്ത് ഗ്യാരണ്ടിയാണ് ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾക്ക് അവർക്ക് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കാൻ സാധിച്ചോ? ഈ ഗ്യാസിനായാലും പെട്രോളിനായാലും ഒന്ന് നോക്കി ഇലക്ഷൻ അടുക്കുന്നത് വരെ ഇവർ കാത്തിരുന്നപ്പോൾ ഇവർ ആർക്ക് വേണ്ടിയായിരുന്നു? ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഭരണം ആയിട്ടില്ല. അത് ഹരീഷ് പറഞ്ഞപ്പോൾ ഏകദേശം നമുക്ക് ഒരു നമ്മുടെ ജനങ്ങളുടെ ഒരു മനസ്സാണ്. കാരണം വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങൾ, അതേപോലെ പല മേഖലകളിൽ നിന്നുള്ള ഭീകരപ്രവർത്തനം അടക്കം വേണ്ടിയ ദ്രോഹിച്ച കാലഘട്ടം, നമ്മുടെ സൈനിക വ്യവസ്ഥയെ തകിടം മറിച്ച കാലഘട്ടം, അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യവസ്ഥ, ഇപ്പം ബോണ്ട് വന്നു, അതുകൊണ്ട് എത്ര കോടിക്കണക്കിന് രൂപ പാർട്ടി ഫണ്ടിലേക്ക് വന്നു. അപ്പം ഇങ്ങനെയൊക്കെ വന്ന് ഈ പാർട്ടിയെ വികസിപ്പിച്ചിട്ട് പോലും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വ്യക്തതയാണ് മോഡി വീണ്ടും കേരളത്തിൽ വന്ന് എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം. അപ്പം അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാം, മോഡി എത്ര തവണ വന്നാലും കേരളത്തിൽ നിന്ന് BJPക്ക് ഒരു സീറ്റ് ഉണ്ടാകാൻ പോകുന്നില്ല. അത് ഒരു സ്വപ്നം മാത്രമാണ്. ഗ്യാരണ്ടിയും ഇല്ല. ഈ കേരളം പോലുള്ള സംസ്ഥാനം അല്ലെങ്കിൽ തെക്കേന്ത്യ പോലുള്ള സംസ്ഥാനങ്ങളിലൊന്നും BJPക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്ന്